എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച ഒരു വാചകം പറയട്ടെ. ഒരു ദിവസം അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സൊലായി, ഒരാൾക്ക് മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ? മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുള്ളത്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മൂപ്പരും സംസാരിക്കാനിരുന്നു. അദ്ദേഹം പറയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുക. അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് പറഞ്ഞു, അവൾക്കൊരു ടൂറുണ്ട്, അതൊന്ന് പറഞ്ഞേക്കാൻ പറ്റും. അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാ? ഇന്നൊരു സ്ഥലത്തേക്കാണ്, ഇത്ര പൈസ കൊടുക്കണം എന്നാണ്. അദ്ദേഹത്തിന് എനിക്കറിയാം, കുറേ കാലം ഗൾഫിൽ നിന്നും ഒന്നും ആയില്ല, ഇവിടെ നാട്ടിലൊന്നും ആയിട്ടില്ല, എപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കണം, അത്രയും പ്രയാസത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും നടക്കൂല, ഇപ്പൊ കുറച്ച് കടത്തിലാണ്, ഇതൊക്കെ ശരിയാക്കിയാൽ. ഇതും പറഞ്ഞ് അദ്ദേഹം അതിനെ സമ്മതിക്കാതെ അദ്ദേഹം പുറത്തിറങ്ങി, അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകും. കുറച്ചെങ്ങനെ അദ്ദേഹം പോന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഞാൻ മൊബൈൽ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ അദ്ദേഹം മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ വാക്ക് കേൾക്കുക. അദ്ദേഹത്തിന്റെ കുട്ടി ഉമ്മാനോട് പറയാണ്, എന്നെ ഒരു ടൂർ പറഞ്ഞയക്കാൻ പറ്റൂലെങ്കിൽ മൂപ്പരോട് ചാടാൻ പറ പോയിട്ട്. ഈ ഒരു വാചകാണ് ആ വാപ്പ കേൾക്കുന്നത്. സ്വന്തം കുട്ടി പറയണങ്ങളെന്ന് പോയി ചാകുന്നു. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഉമ്മയോ വാപ്പയോ ഇല്ലാത്ത ഈ ഒരു ലോകത്തെക്കുറിച്ച്?